അവനില്ലാതെ ഇവന്മാരെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. നോക്കേ, രണ്ടെണ്ണം വീതം വിങ് തിരിച്ചിട്ട് അറേഞ്ച്മെന്റ്. കല്ലെടുത്ത് എറിഞ്ഞാലൊന്നും ഓടുന്ന സൈസ് അല്ല ഇത്. താനിത് എങ്ങോട്ടാടോ? ഇവിടെ നിന്നോണ്ട് പറയേ രക്ഷയുള്ളൂ. ഓരോ കാര്യം പറയുന്നതിനും ഒരു രീതിയില്ലേ? കെട്ടിയോ മരിച്ച വിവരം ഇങ്ങനെ വിളിച്ചു കൂവിയാണോ പെണ്ണുമ്പിള്ളെ അറിയിക്കേണ്ടത്? ഇടോ, ഇവിടെ എത്ര എണ്ണം ബോംബ് പൊട്ടിയും വെടികൊണ്ടും ഡെയിലി ചാവുന്നുണ്ടാവും. അങ്ങനെ ഇന്ന രീതിയിലേ അറിയിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെയും വന്ന കാര്യം നടത്താൻ നോക്കാന്നല്ലാണ്ട്. നിങ്ങൾ വരുന്നേ വാ, ഞാൻ വിടുവാ. പോത്ത അവനിങ്ങോട്ട് വരുന്ന പ്രതീക്ഷിച്ച് അവളെ ഈ കുടിലിൽ കിടക്കണം എന്നാണോ? ഈ നായ്ക്കൾ അവളെ പുറത്തിറങ്ങാൻ വിട്ടില്ലെങ്കിലോ? ജയിലിലിട്ട പോലെ ഇവിടെ കിടക്കേണ്ടി വന്നാലോ? കിടക്കട്ടെ എന്ന് കെട്ടിയോൻ തന്നെ ഉണ്ടാക്കി വെച്ച പ്രൊട്ടക്ഷൻ അല്ലേ, അനുഭവിക്കട്ടെ. എനിക്ക് ഉറപ്പാ അവളായിട്ട് വേലി ചാടുന്ന ഒരു ഡൗട്ട് കൂടി അവനുണ്ടായിരുന്നു. അന്ന് കള്ളം പുറത്ത് അവൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഹീറ്റിലുള്ള പട്ടിയും പെണ്ണും ഒരുപോലെയാ കൂട്ടിൽ അടക്കണം എന്നൊക്കെ. നാളെ 5 മണിക്കുള്ളിൽ പലാങ്ങിലെത്തി നമുക്ക് ഒരുമിച്ച് പോവാം. പോർട്ട് ഏരിയയിലെങ്ങാൻ ഒരെണ്ണം വീണ് പൊട്ടിയാ പിന്നെ അടുത്തൊന്നും വേറെ ഷിപ്പ് കാണുമല്ലോ നാട്ടിലേക്ക്. എങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് മരിപ്പൊക്കെ അറിയിച്ച് അടിയന്തരം കൂടിയിട്ട് വാ, ഞാൻ പോവാ. നീ നായ്ക്കൾ അങ്ങനെ പെരുമാറിയത് അങ്ങനൊന്നും ഒരിക്കലും മുമ്പുണ്ടായിട്ടില്ല. ഭ്രാന്ത് പിടിച്ചതാണെന്ന് പോലും തോന്നി. ചിലപ്പോ യോസിയോ അങ്ങനെ ആയിരിക്കും ശീലിപ്പിച്ചിട്ടുണ്ടാവുക. കാലം അതായിരുന്നു. അന്നൊക്കെ കുറെ വീടുകളിൽ പെണ്ണുങ്ങളിങ്ങനെ. കുര്യച്ചൻ എത്ര നേരം അവിടെ കാത്തു നിന്നു? നേരോ എത്ര ദിവസം ഒന്ന് ചോദിക്കേ. വാശിയിൽ കുര്യച്ചനോളം എത്തില്ല വേറെ ആരും. നായ്ക്കളും മാറി മാറി കാവല് നിന്നു. Are you okay? Say something! Can you hear me?
ആ